സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ സന്ദേശം പോയത് കഴിഞ്ഞ വർഷം സ്റ്റീവ് ജോബ്സിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയെന്നും ഞെട്ടിച്ചുവെന്നും ഒക്കെ പല ആളുകളും ആ സന്ദേശങ്ങളിൽ പറയുകയുണ്ടായി. നിശ്ചയമായും അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു, വലിയ നേട്ടങ്ങൾ കൈവരിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്കും സ്വാഭാവികമായി ദുഃഖമുണ്ടായി. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് തൻ്റെ മരണം അത്ര വലിയൊരു വാർത്തയായത്? അദ്ദേഹം ഒരു VIP ആയിരുന്നു, വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. നമ്മുടെ ലോകത്ത് പല VIP-കളെയും കാണുന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികൾ, രാഷ്ട്രത്തലവന്മാർ, ധനികന്മാർ, സമ്പന്നന്മാർ, വ്യവസായ പ്രമുഖന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ. VIP-കളുടെ നിര നീണ്ടതാണ്. എന്നാൽ ഒരിക്കലും ഒരു പ്രസക്തിയുമില്ലാത്ത സാധാരണക്കാർ ധാരാളം പേരെ അങ്ങനെ അവരുടെ ദുഃഖങ്ങൾ, അവരുടെ രോഗങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, നിരാശകൾ ഇതൊന്നും ലോകം ഗൗനിക്കുന്നില്ല, മാധ്യമ ലോകം ഗൗനിക്കുന്നില്ല, ആർക്കും അതിൽ താല്പര്യമില്ല. ദിവസവും എത്രയോ ആളുകളാണ് നല്ല ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നത്, വിവിധ അപകടങ്ങളിൽ പെടുന്നു, വലിയ തകർച്ചകൾ നേരിടുന്നു. അതിനൊന്നും ഗൗനിക്കുവാൻ ഈ ലോകം സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് ഈ ലോകം ഒരു അനീതി നിറഞ്ഞ ലോകമാണ്. നമ്മൾ വസിക്കുന്ന ലോകം നീതി നൽകുന്ന ലോകമല്ല, അനീതി നിറഞ്ഞ ഒരു ലോകമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തെ സ്നേഹിക്കരുത്, ഈ ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിൻ്റെ സ്നേഹമില്ല, ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കരുത് എന്നൊക്കെ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതായ യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണിത്. ഇന്ന് യേശു പറഞ്ഞ ഈ കാര്യമാണ് ഞാൻ ചിന്തിക്കാനായി താല്പര്യപ്പെടുന്നത്. നമ്മൾ വിശേഷതയുള്ളവരാണ്. യേശു പറയുകയാണ് നമ്മൾ ഓരോരുത്തരോടും, യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ വളരെ വിശേഷപ്പെട്ട ആളാണ്. നമുക്കാരാണ് വിശേഷപ്പെട്ട ആൾ? ഈ ലോകത്തിനാരാണ് വിശേഷപ്പെട്ട ആൾ? നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ നെയ്ബർഹുഡിൽ ആരാണ് വിശേഷതയുള്ള ആൾ? യേശു ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ നാം ഓരോരുത്തരോടും പറയുന്നു, നീ ഒരു വിശേഷപ്പെട്ടയാളാണ്. നമുക്ക് ശ്രേഷ്ഠതയുണ്ടെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. നമ്മളൊരു സാധാരണ വ്യക്തിയല്ല. ഒരു കുരികിൽ താഴെ വീഴാൻ സമ്മതിക്കാത്തതുപോലെ, അപ്പം അതേപോലെ ദൈവം നമ്മെ കരുതുന്നു. നമുക്ക് നൽകുന്ന വില എത്ര ഭയങ്കരമായ വിലയാണ്. ഏശയ്യായുടെ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഏശയ്യാ പ്രവചനം 43-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം അരുളി ചെയ്യുന്ന നീ എനിക്ക് ബഹുമാന്യനും അമൂല്യനുമാണ് എന്നാണ്. നോക്കുക, സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് വിലയേറിയവനാണ്. നമ്മെ ദൈവം അങ്ങനെയാണ് കരുതുന്നത്, അങ്ങനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത്. ദൈവം പറയുകയാണ്, നീ എനിക്ക് ബഹുമാന്യനും ആദരണീയനുമാണ്, നീ എനിക്ക് ബഹുമാന്യനും അമൂല്യനുമാണ്. നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും കൊടുക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, യു ആർ സോ സ്പെഷ്യൽ. ആ 99-നെയും ആലയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനു വേണ്ടി ഇടയൻ അന്വേഷിച്ച് ഇറങ്ങിപ്പോകുന്നു. ദൈവത്തിന് നമ്മോടുള്ള മനോഭാവത്തെ കാണിക്കുവാൻ യേശു പറയുന്ന ഉപമയാണ്. അപ്പം നമ്മളവിടെ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ആടിന് വേണ്ടി ആ ഒരാടിനെ അവഗണിച്ച് കളയുന്നില്ല? 99 എണ്ണം ഉണ്ടല്ലോ, ഒന്ന് പോകട്ടെ എന്ന് വിചാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒന്നിൻ്റെ പുറകെ പോകുന്നത്? ആ ഒന്നിന് വിലയുള്ളത് കൊണ്ടാണ്
ഈ 99-നും വില വരുന്നത്. ഒരാപ്പിളിന് 5 രൂപയാണ്, 100 ആപ്പിളിന് 500 രൂപയാണ്. ഒരാപ്പിളിന് വിലയില്ലെങ്കിൽ 100 ആപ്പിളിനും വിലയുണ്ടാവുകയില്ല, 1000 ആപ്പിളിനും വിലയുണ്ടാവുകയില്ല, ഈ ലോകത്തിന് തന്നെ വിലയുണ്ടാവുകയില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിലയെ നിയന്ത്രിക്കുന്നത് നീയാണ്. മുഴുവൻ ലോകത്തിൻ്റെയും വില നിശ്ചയിക്കുന്ന വ്യക്തിയാണ് നീ. അതുകൊണ്ട് കാണാതെ പോയി ഒന്നിനെ തേടി ആ ഇടയൻ പോകുമ്പോൾ ഈ 99-നും വില വരികയാണ്. ഒന്നിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ആ തിരിച്ചറിവിലേക്ക് തുറക്കപ്പെടേണ്ടതാണ് നമ്മുടെ മിഴികൾ. ഇന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ ബഹുമാനിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ ആദരിക്കുന്നു, ദൈവം നമ്മെ വിലയേറിയവനായി കരുതുന്നു, കണക്കാക്കുന്നു. നാം അമൂല്യനാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എനിക്ക് അറിയാം, എൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യാ പ്രവചനം 29:11 ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഒരു ഭാവി നിനക്ക് നൽകുവാൻ ഞാൻ നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നത് എന്ന് ഞാൻ അറിയുന്നു. ഏശയ്യാ 49:15 പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ അറിയണം. എന്താണ്? അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നമ്മൾ അറിയണം. അവൻ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്? അവൻ വെറുതെ വിളിച്ചിരിക്കുകയല്ല, നമ്മളെ അവൻ വിളിച്ചിരിക്കുന്ന ഒരു പദ്ധതിയോടുകൂടിയാണ്, ഒരാഗ്രഹത്തോടു കൂടിയാണ്. വിത്ത് എ പ്ലാൻ ആൻഡ് പർപ്പസ്. ആശയോടെ വിളിച്ചു. നമ്മൾ വായിക്കുന്നത് കൃഷിക്കാരൻ ആശയോടെ ഉഴുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. കൃഷിക്കാരൻ എത്ര ആഗ്രഹത്തിലാണ് ഒരു കൃഷി ഇറക്കുന്നത്, അതേ ആഗ്രഹത്തിൽ, അതേ വാക്കാണ് പറയുന്നത്. അതേ ആശയോടെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതേ ആശയോടെയാണ് ദൈവം നമ്മിൽ ഫലം തിരയുന്നത്. ഒരത്തിയെ ഫലം തിരയാൻ പോകുന്ന കഥയൊക്കെ യേശു പറയുന്നുണ്ട്. അപ്പം നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വെറുതെ അല്ല, ഒരു പ്ലാനോടുകൂടിയാണ്. വിത്ത് എ പ്ലാൻ. ദൈവം നിന്നെ ഒരു പദ്ധതി, ഒരു പ്ലാനോടുകൂടെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്, ആ പദ്ധതി, ആ ആശയം എന്താണെന്ന് ഇവർ ഒന്ന് അറിയണം. ഈ എഫേസോസിലുള്ള ജനം, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും, നമ്മളത് അറിയണം. എന്നെ വിളിച്ചിരിക്കുന്നത്, യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, യു ആർ സോ സ്പെഷ്യൽ. ഇപ്പം ഇന്ന് നിനക്ക് പറയാൻ കഴിയുമോ, നീ ഒരു സാധാരണ വ്യക്തിയല്ല. ഐ ആം നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ. യെസ്, ഞാൻ വിലയേറിയവനാണ് ദൈവത്തിന്, ഞാൻ ബഹുമാന്യനാണ് ദൈവത്തിന്, ഞാൻ അത്ര വിലപ്പെട്ടവനാണ്, ഞാൻ തിരിച്ചറിയുകയാണ്. ശത്രുവായിരിക്കുന്ന പിശാച് നമ്മെ വഞ്ചിക്കുവാൻ വേണ്ടി നാം ഒന്നിനും കൊള്ളാത്തവനാണ്, നീ വെറും നിസ്സാരനാണ്, നിന്റെ ജീവിതം തകർന്നു പോയിരിക്കുന്നു, നിന്നെക്കൊണ്ട് നീ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പിശാച് നിന്നോട് പറയുമ്പോൾ, ഇന്ന് പരിശുദ്ധ ആത്മാവ് പറയുന്നു, യു ആർ സോ പകരമായി ദൈവം എന്തും ചെയ്യും, ദൈവം എന്തും കൊടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ നീ എനിക്കത് തരണമേ, എന്തും നിനക്ക് വേണ്ടി തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിന്നോട് പറയുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും, അല്ല, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും 3 കാര്യങ്ങളാണ്. നമ്മെ അവൻ വിളിച്ചിരിക്കുന്നു. ദർ ഇസ് എ പ്ലാൻ ബിഹൈൻഡ് ദ കോൾ. അവൻ്റെ വിളിയുടെ പിന്നിൽ ഒരു പ്ലാനുണ്ട്. അവൻ്റെ വിളിയുടെ പിന്നിൽ ഒരു പ്ലാനുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, നാം വളരെ വിലപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന് ബഹുമാന്യനും പ്രിയങ്കരനുമായി ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. നീ വളരെ അമൂല്യനാണ്, ദൈവം നിന്നെ ബഹുമാനിക്കുകയാണ്. സോ യു ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, യു ആർ എ VIP ഫോർ ഗോഡ്. ദൈവത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഒന്ന്, നീ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. 2, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. 3, ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കാൻ വേണ്ടി ചെലവഴിക്കുവാൻ ദൈവത്തിൻ്റെ പക്കൽ അവൻ്റെ പുരാതന സമ്പത്തുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ ആ മഹിമാ ധനം ഇന്നതെന്ന് തിരിച്ചറിയണം.
ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സമ്പത്തില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പക്കലുള്ള സമ്പത്ത്, പുരാതന സമ്പത്ത് അവൻ്റെ പക്കലുണ്ട്. ആ സമ്പത്തിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലുള്ള അളവറ്റ സമ്പത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, എത്ര വലിയ സമ്പത്താണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് നാം തിരിച്ചറിയണം. നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സമ്പത്ത് ഒരിക്കലും ഒരു ദൈവവേലയും പണമില്ലാത്തത് കൊണ്ട് നടക്കാതെ പോയിട്ടില്ല എന്ന് ജോർജ് മുള്ളർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൈവത്തിൻ്റെ സമ്പത്തിൽ നമുക്ക് ആശ്രയിക്കാം. എത്ര വലിയ സമ്പത്താണ് ദൈവത്തിൻ്റെ പക്കലുള്ളത്. അതുകൊണ്ട് മൂന്നാമത് പറയുന്നു, ഈ ഒരു പ്ലാനുണ്ട്, ഒരു സമ്പത്തുണ്ട്. പ്ലാനും പണവും ഉണ്ടെങ്കിൽ പദ്ധതി നടക്കണമെന്നില്ല. കരുത്ത് വേണം, ശക്തി വേണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ബോംബെയിൽ പോയി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ്സിനുള്ള പ്ലാനുണ്ട്, നമുക്ക് കയ്യിൽ ബിസിനസ് ചെയ്യാനുള്ള പണമുണ്ട്. അതുകൊണ്ട് മാത്രം ആ ബിസിനസ് അവിടെ നടക്കത്തില്ല, അത് ഫ്ലറിഷ് ആവത്തില്ല, അത് വിജയിക്കത്തില്ല. കാരണം അവിടെയെല്ലാം മാഫിയ സംഘങ്ങളുണ്ട്, അവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്, കൈക്കൂലി കൊണ്ട് നിറഞ്ഞ, അഴിമതി കൊണ്ട് നിറഞ്ഞ ഭരണ സംവിധാനമുണ്ട്. അവിടെ ഒരു ബിസിനസ് ചെയ്ത് നമ്മുടെ പദ്ധതി വിജയിപ്പിക്കണമെങ്കിൽ കരുത്ത് വേണം, ശക്തി വേണം, പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെക്കുറിച്ച് ദൈവത്തിന് മനോഹരമായ ഒരു പദ്ധതി മാത്രമല്ല, ആ പദ്ധതി നിവർത്തിക്കാൻ ആവശ്യമായ പണം അവൻ്റെ കയ്യിലുണ്ട്. പണവും പദ്ധതിയും മാത്രമല്ല, അതിനെ എക്സർസൈസ് ചെയ്യുവാൻ വേണ്ടി അയക്കേണ്ടതിനായി ദൈവത്തിൻ്റെ ശക്തിയേറിയ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരെ നിനക്ക് വേണ്ടി, നിന്റെ പദ്ധതിയെ, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നിവർത്തിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയേറിയ ദൂതന്മാരെ അയക്കും. അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കുന്ന, കാറ്റിനെ തേരാക്കി സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിനോട് പറയുന്നു, നിനക്ക് വേണ്ടി അയക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ശക്തിയേറിയ ദൂതന്മാരുണ്ട്. ഈ പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലനോട്, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളെക്കുറിച്ചുള്ള ആ പദ്ധതി കണ്ടെത്തുവാൻ, ആ ദൈവമേ നിന്റെ പദ്ധതി എന്താണെന്ന് കണ്ടെത്തുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിൻ്റെ സമ്പത്തിനെ കുറിച്ചൊരു വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ. ഈ ലോകത്തിൻ്റെ സമ്പത്ത് കണ്ട് മയങ്ങുവാനോ അതിൽ വശംവദനാകുവാനോ അതില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുവാനോ അല്ല, നിന്റെ ആ സമ്പത്തിൻ്റെ ഒരു വെളിപ്പാട് തരണമേ. പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ ദൂതന്മാരുടെ ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് തരണമേ. നീ അയക്കും നിന്റെ ആ ശക്തി എന്താണെന്ന് ഞങ്ങൾക്കൊരു വെളിപ്പാട് തരണമേ. നീ ഞങ്ങൾക്ക്, കർത്താവെ, ഇത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിച്ച്, ഇത്രമാത്രം ദൈവമേ ഞങ്ങളെ വിലയേറിയവനായി കാണുന്നു എന്നുള്ള ഈ നല്ല ദൂതിനായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾ എന്നോട് ചേർന്ന്, പ്രിയ കർത്താവെ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവർ എത്ര വിലയേറിയവരാണെന്നുള്ള ചിന്ത ഇവരുടെ ഹൃദയത്തിൽ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഇതാ ഈ നിമിഷം മുതൽ ആ ചിന്ത അവരുടെ ഹൃദയത്തിൽ തഴച്ച് വളരട്ടെ. അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നും, കർത്താവെ അങ്ങേക്ക് വിലപ്പെട്ടവരാണെന്നും, അങ്ങേക്ക് ഇവർക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് എന്നും, ആ പ്ലാൻ പ്രകാരം കർത്താവെ അങ്ങ് കാര്യങ്ങളെ നടത്തുമെന്നുമുള്ള വെളിപ്പാട് ഇവരുടെ ഹൃദയങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇവരെ സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ ഉളവാക്കിയോൻ, എന്നെ വലുതാക്കിയോൻ, എന്നെ സുഖമാക്കിയോൻ യേശുവേ നീയല്ല